ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവൻസുകളുള്ള ഒരു ദിവസമാണ്. ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്ന ദിവസം, ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡാറ്റ ഉള്ള ദിവസം, ഏർണിംഗ് സൈഡിലേക്ക് വന്നാൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരുന്ന ദിവസം, അതായത് ആൽഫബറ്റ്, ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. ഇനി വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന കമ്പനികളിൽ വേദാന്ത, ബജാജ് ഫിനാൻസ്, അദാനി പവർ, ഫെഡറൽ ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു ഇവൻ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണേണ്ടത് വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ്റെ സെക്കൻഡ് ഫേസ് ഇന്നാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഇവൻറ്റ്സ് ആയിട്ട് വരുന്നത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് അനലൈസ് ചെയ്തതിന് ശേഷം മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം ഏഷ്യൻ മാർക്കറ്റിലേക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന മാർക്കറ്റുകളിൽ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. കാരണം ഇന്നലെ US മാർക്കറ്റുകൾ ഒരു ഇടിവിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.32% ഇടിവിലും ട്രേഡ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,082 17 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 12 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അവിടെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളായിട്ടുള്ള ആൽഫബറ്റ്, ആമസോൺ, മെറ്റ കൂടാതെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് നാളത്തെ മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വരുന്നത്. കൂടാതെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും പുറത്തു വരുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് പുതിയ ഓൾ ടൈം ഹൈകൾ ടച്ച് ചെയ്തിരുന്ന US മാർക്കറ്റുകളിൽ ആ ഒരു ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഏതായാലും ഈ വലിയ ഇവൻറ്റ്സ് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് US മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.20% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.98% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്കാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 2.29% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.4% ഇടിവും രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.4% ഉയർന്നു. ഇനി ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഓയിൽ പ്രൈസുകൾ ഉയരുന്നത്. ഇന്നലെ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഏകദേശം 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. $111 ട്രേഡ് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് തുറക്കാനുള്ള നിർദ്ദേശങ്ങളിൽ തൃപ്തരല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ബ്രന്റ് ഫ്യൂച്ചേഴ്സും അതുപോലെ ക്രൂഡ് ഓയിലും ഉയരാനുള്ള കാരണമായത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ $76,000 ട്രേഡ് ചെയ്യുന്നത്. 0.66% ഇടിവിലാണുള്ളത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,10,680 എന്ന നിലയിലാണ്. ഇന്നലെയും ഒരു ഇടിവിൽ തന്നെയായിരുന്നു ഗോൾഡ് പ്രൈസുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ഒത്തിരിയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും പറയാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മളെയൊക്കെ സംബന്ധിച്ച് പെട്രോൾ ഡീസൽ വില ഇനി ഇലക്ഷനൊക്കെ ശേഷം ഉയരുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത്, തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വില ഉയർത്താൻ കേന്ദ്ര സർക്കാർ യാതൊരു പദ്ധതിയും ഇടുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പശ്ചിമ ബംഗാൾ പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെ വില വർധന ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ സർക്കാർ തള്ളിക്കളഞ്ഞു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കിയത്, വില വർധനയ്ക്കുള്ള യാതൊരു നിർദ്ദേശവും നിലവിലില്ല. പെട്രോൾ ഡീസൽ വില ഉയർത്താത്തത് സാധാരണക്കാർക്ക് തികച്ചും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കൂടാതെ ഇൻഫ്ലേഷൻ ഉടൻ തന്നെ ഉയരാനുള്ള ഒരു സാധ്യതയും ഇതുകൊണ്ട് തന്നെ കാണുന്നില്ല. പക്ഷേ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വലിയ പ്രഷറിലേക്കാണ് വരാൻ പോകുന്നത്. വില ഉയർത്തിയതിൻ്റെ ഫലമായി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വലിയ ഒരു സാമ്പത്തിക സമ്മർദ്ദം നേരിടാൻ പോവുകയാണ്. ദിനം പ്രതി ഏകദേശം 2,400 കോടി രൂപ നഷ്ടമാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പെട്രോളിന് ഏകദേശം 20 രൂപയും ഡീസലിന് 10 രൂപയോളം ആണ് നഷ്ടം ഉണ്ടാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നത് മാരുതി സുസുക്കി ഇന്ത്യ എന്ന കമ്പനിയുടെ Q4 റിസൾട്ടായിരുന്നു. നമുക്കറിയാം, മാരുതി ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒരു കാർ നിർമ്മാണ കമ്പനിയാണ്. മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ വരുമാനം ഏകദേശം 28% ഉയർന്ന് 52,449 കോടി രൂപയായി. വിപണി പ്രതീക്ഷകളേക്കാൾ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു റവന്യൂവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ശക്തമായിരുന്നെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 7% കുറയുകയുണ്ടായി. 3591 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. വരുമാനം മികച്ചതായിരുന്നെങ്കിലും അതിനൊത്തുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് രേഖപ്പെടുത്താനായില്ല. റോ മെറ്റീരിയൽസ് ഒക്കെ ഉയർന്നതാണ്, അതിൻ്റെ കോസ്റ്റ് ഉയർന്നതാണ് ഇത്തരത്തിൽ നെറ്റ് പ്രോഫിറ്റ് ഇടിയാനുള്ള ഒരു കാരണമായത്. ഏതായാലും കമ്പനിയുടെ റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനേഴ്സിനായിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ ആദ്യം തന്നെ പറയട്ടെ, F&O ട്രേഡിങ്ങിനെ കുറിച്ച്, അതിൽ പ്രത്യേകമായിട്ട് സ്ട്രാറ്റജി ബിൽഡിങ്ങിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ധാരാളം ക്ലാസ്സുകൾ വരുന്നുണ്ട്. കൂടാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് തുടങ്ങിയവയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടിലേക്കാണ്. ബന്ധൻ ബാങ്ക് ആദ്യം. പ്രോഫിറ്റിൽ 68% വർധനവ് വന്നു. 534.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 1.4% വർധനവ് വന്നു. 2795.6 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 46.3% ഇടിവ് രേഖപ്പെടുത്തി. അടുത്തത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന കമ്പനി. Q4 ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 24.1% വർധനവ് വന്നു. 303.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 29% വർധനവാണ് വന്നിരിക്കുന്നത്. 2119.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. സനോഫി ഇന്ത്യ എന്ന കമ്പനിയാണ് മറ്റൊന്ന്. നെറ്റ് പ്രോഫിറ്റ് ഇടിയുകയാണ് ചെയ്തത്. 14.1% ഇടിവ് വന്നു. 102.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിലും ഇടിവ് തന്നെയാണ്, 11.9%. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസിൽ വലിയ ഒരു ബൂമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 0.51 കോടി രൂപ മാത്രമായിരുന്നു ലാഭമായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇത്തവണ 218.3% ഒരു വലിയ വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നത്. 111.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെറ്റ് പ്രീമിയത്തിൽ 13.9% വർധനവ് വന്നു. നെറ്റ് കമ്മീഷനിൽ 4.3% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 63.98 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത് 86.9 കോടി രൂപയായിരുന്നു. അടുത്തത് സിയറ്റ് എന്ന കമ്പനിയുടെ Q4 റിസൾട്ട്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 145.1% വർധനവ് വന്നു. 243.85 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.3% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 29.2% വർധനവ് വന്നു. 149.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ബജാജ് ഫിനാൻസ്, അദാനി പവർ, ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ഫോഴ്സ് മോട്ടോഴ്സ്, HEG, IIFL ഫിനാൻസ്, ഇൻഡിജീൻ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, മോയിൽ, മോത്തിലാൽ ഔഷോൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസിസ്, സിഞ്ചൈൻ ഇന്റർനാഷണൽ, വേദാന്ത, വാരി എനർജീസ് തുടങ്ങിയവയാണ്. അടുത്ത FIDA ഡാറ്റയിലേക്കാണ്. 1151 കോടി രൂപയ്ക്കാണ് FIS ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 4124 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ പറയട്ടെ, നിഫ്റ്റി 24,000-ന് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകളിലുണ്ടായ വീക്ക്നെസ് തന്നെയാണ് നിഫ്റ്റി ഇടിയാൻ കാരണമായത്. ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെയും ക്യാൻഡിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുൻപത്തെ ദിവസത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും കഴിഞ്ഞ തിങ്കളാഴ്ചയും കൂടി ഫോം ചെയ്ത ക്യാൻഡിലുകൾ ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേണിന് സമാനമായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് ഫോം ആയത്. എന്നിരുന്നാലും അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് ഇന്നലെ വെച്ചിരുന്നെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു. പക്ഷേ ഇന്നലെ ഫോം ചെയ്ത ക്യാൻഡിൽ അതിന് മുകളിലായിട്ട് പോയെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്നതാണ് കണ്ടത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ച ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു അത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിന് അരികെയായിട്ടാണ് വീണ്ടും നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി മാറാനുള്ള സാധ്യതയുള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സോണിൽ നിന്നും ഇടിയുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ ഡൗൺ സൈഡിലെ ഈ ഒരു ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായി തോന്നുന്ന ചില കാര്യങ്ങൾ.
അപ്സൈഡിലേക്ക് വന്നാൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്സൈഡിലെ ഈ ഒരു സോണും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിഫ്റ്റിയിൽ ഇനി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 24,200 സ്ട്രൈക്കാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,100 സ്ട്രൈക്ക്, അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,100. ഇനി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ നോക്കാം. 23,800, അതിനുശേഷം 23,950, അതിനുശേഷം 24,000 സ്ട്രൈക്കുമാണ്. കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളിൽ കോൾ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,900 ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 55,400 864 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്നലെ കൂടുതൽ ഇടിവുണ്ടാക്കിയത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണിന് അരികെയായിട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൂടാതെ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സോണും കൂടിയുണ്ട്. ഇനി ഇപ്പോഴത്തെ ഈ ഒരു മൈനർ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 53,600 മുതൽ 54,400 വരെയുള്ള ഈ ഒരു സോൺ തന്നെയാണ് പിന്നീട് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവുന്നത്. ഏതായാലും എങ്ങനെയാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിലെ മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇന്നലത്തെ ക്യാൻഡിൽ നല്ല ബീറിഷ്നെസ് ഉള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.